എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. നമുക്കേ ഇന്ന് ക്രിസ്മസിന് രാവിലെ കള്ളപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. കള്ളപ്പത്തിന് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നതാണ് ഇത്. അതായത് തേങ്ങ അരയ്ക്കുമ്പോഴത്തേന് അതിനകത്തൊരു സ്വല്പം ജീരകവും കൂടി ഇടും. തേങ്ങ സ്വല്പം, ഒരുപാട് പേര് ഇടണ്ട, കാരണം ഒരു ചെറിയ എണ്ണ ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. അങ്ങ് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയണേ. കൂടുതലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണ് ഇത് കാണാറുള്ളത്. ഇങ്ങനെ ഇതിനകത്ത് ഞാൻ സോഡാപ്പൊടിയും പിന്നെ ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന വീഡിയോ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കത് നോക്കിയാൽ മതി. നാടൻ കോഴിയാണ്, ഒരു ചെറിയൊരു നാടൻ കോഴി കിട്ടി. അപ്പം കുറച്ച് തേങ്ങയൊക്കെ കൊത്തിയിട്ട് കണ്ട മമ്മി, അത് തേങ്ങയൊക്കെ ഇങ്ങനെ കൊത്തി ഇട്ട് അതിനെ ആക്കണം. കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട്, നാടൻ കോഴി ആയതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിപ്പം കറി വെക്കും. വേറെ കറി എന്ന് പറഞ്ഞാൽ അവിയൽ വെക്കുന്നുണ്ട്, സാമ്പാർ വെക്കുന്നുണ്ട്, കൂമ്പ് തോരൻ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്കും അതെ, എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചി കുറച്ച് ദിവസമായില്ല കഴിച്ചിട്ട് കൂമ്പൊക്കെ. അതുകൊണ്ട് ചേച്ചിയൊക്കെ വരുന്നതുകൊണ്ട് കൂമ്പും കൂടെ വെക്കുന്നു മമ്മി, കൂമ്പ് തോരനും. പിന്നെ മീൻകറിയുണ്ട് നമുക്ക്, പിന്നെ കാണാതെ അച്ചാറുണ്ട്. പിന്നെന്തോന്നുണ്ട്, പരിപ്പ് ചേച്ചി നിനക്കും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പരിപ്പ് വെക്കുന്നില്ല. അതൊക്കെ മതിയല്ലോ. ഒരു കഷ്ണം കേട്ടോ. അയ്യോ, ഒരാള് മാത്രമേ ഇറങ്ങിയുള്ളൂ. ഞാൻ ആലോചിച്ചു നിങ്ങൾ എന്താ. അല്ല ശരത്തേടാ, നീതുവിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താൻ എത്ര 45 മിനിറ്റ്സ്. ബൂന്തിയും പൊരിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. ഇവരാണ് മെയിൻ ആയിട്ട് ഈ ക്ലെയിംസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ വർക്ക് കുറയ്ക്കാൻ ഇടയ്ക്കൊക്കെ കഴിക്കാൻ രസമുണ്ട്. വീട്ടിൽ നമ്മള് എവിടെ ബീച്ചിലൊക്കെ പോയപ്പോഴും അവരിതിൽ കത്തിരിക്കൊക്കെ ഇടും. കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റബിൾസ് അല്ല, ക്യാബേജ്, പച്ചമങ്ങ. ചൂട് കട്ടണം. Happy birthday to you. Happy birthday to you. Happy birthday dear mummy. Happy birthday to you. May God bless you dear. May God bless you dear. Happy സ്നേഹം എല്ലാരും
ഇല്ല ഇപ്പം എല്ലാം ചത്തുപോയി കാണും ഏറ്റവും കൂടുതൽ മീനുകൾ കുറവാണ്. കലർന്ന് അതാണ് പ്രശ്നം. കാരണം എന്താ, നല്ല ജലമല്ല. ഇപ്പം തന്നെ ഒരു ന്യൂസ്